സ്വാമിയേ ശരണമയ്യപ്പ. ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് വാവൂർ സ്വാമിയുടെ കഥയുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ എരുമേലിയിൽ വാവരുടെ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ. ആ കഥകളിൽ ഇന്നലകളിൽ നമ്മളുടെ കൺമുന്നിൽ വെച്ചിട്ട് ഈ ഒരു 10-15 വർഷത്തിനുള്ളിൽ നടന്ന ഒരു സംഭവത്തെ അധികരിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു 10 പേരോട് നമ്മൾ അന്വേഷിച്ചാൽ അവർ 10 തരത്തിൽ പറയും. കാരണം അതാണ് ഒരു വിഷയത്തെക്കുറിച്ച് അവിടെ ഉണ്ടായിരുന്നവർ തന്നെ 10 അഭിപ്രായം പറയുമെങ്കിൽ ഗതകാലങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എങ്ങനെ പറയും? ഇവിടെയൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ടാക്കുന്ന കഥകളുണ്ടാക്കുന്നവർക്ക് ഒരു ഗൂഢലക്ഷ്യം ഉണ്ടാവുമായിരിക്കും. അത് വെച്ചിട്ടായിരിക്കും അവർ ഹിന്ദു മുസ്ലിം ഐക്യം ഇവിടെ ഉണ്ടാവണം, ആ ഐക്യമുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ സമാധാനമുണ്ടാകൂ എന്നൊരു പക്ഷേ ഹിന്ദു മുസ്ലിം ഐക്യം തകർന്ന സമയത്ത് ഇവിടെയുള്ള നേതാക്കന്മാരൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം. അതിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ കൊണ്ടുവന്നതായിരിക്കാം. അയ്യപ്പന് വാവരെന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിം സുഹൃത്തുണ്ടായിരുന്നു എന്നും അവർക്ക് വേണ്ടിയിട്ട് ഒരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുള്ളതും ഒക്കെ തന്നെ. ഇനി വാവര് എന്ന് പറയുന്നത് അയ്യപ്പനല്ല, പിന്നെ മുസ്ലിം അല്ല, വാപുരൻ എന്ന് പറയുന്ന രീതിയിലൊരു ഹിന്ദു തന്നെയാണ് എന്നും അതനുസരിച്ചാണ് പിന്നെ ഈ കഥകളൊക്കെ നടന്നിട്ടുള്ളത് എന്നും, ഇത് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വേറെ എവിടെയും കാണാത്ത ഒരു വിഷയമാണ്. ഹിന്ദുവിൻ്റെ എത്രയോ പണങ്ങൾ പ്രത്യക്ഷമായിട്ടും അപ്രത്യക്ഷമായിട്ടും മുസ്ലിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഏർപ്പാട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ഇന്നേ വരെ ആ പള്ളിയിൽ പോയിട്ടില്ല. എരുമേലി എന്ന് പറയുന്ന സ്ഥലത്തെ പള്ളിയിൽ ഞാൻ ഇന്നേ വരെ കയറിയിട്ടില്ല. വാവരുടെ നടയിൽ പോയിട്ട് ഞാൻ തൊഴുതിട്ടുമില്ല. ഈ ഒരു കൊല്ലക്കാലം ഞാൻ അവിടെ നിന്നിട്ടും അതിൻ്റെ ഉള്ളിൽ ഞാൻ അവിടെ നിന്ന് പോയി തൊഴുവോ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്കൊട്ടൊരു കോട്ടവും പറ്റിയിട്ടില്ല. ചരിത്രം എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഞാൻ ഇന്നേ വരെ അവിടെ പോയിട്ടില്ല. ഞാൻ 5 പൈസ ഞാൻ അവിടെ ഇട്ടിട്ടില്ല. ഞാൻ ശബരിമലയിൽ ഒരു കൊല്ലം നിന്നപ്പോഴും വാവരുടെ നടയിൽ തൊഴുതിട്ടുമില്ല. അതുകൊണ്ട് എനിക്ക് ഒരു തരത്തിലുള്ള കോട്ടമോ ഒരു ദോഷമോ എനിക്ക് പറ്റിയിട്ടുമില്ല. പറ്റിക്കപ്പെടാതെ കണ്ട് ജീവിക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. സാമൂഹികമായിട്ടായാലും വ്യക്തിപരമായിട്ടായാലും. അത്രയേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. സ്വാമിയേ ശരണമയ്യപ്പ.